ഫിലോസഫി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം സിംബോളിക് ലോജിക് എന്ന അധ്യായം പഠിക്കുകയാണ്. 9ാമത്തെ അധ്യായം. റോഡിൽ ഗതാഗത നിയന്ത്രണത്തിന് സിംബൽസ് വളരെ പ്രയോജനപ്പെടുന്നുണ്ട്. ജീവിതത്തിന്റെ എല്ലാ തുറകളിലും ഈ സിംബൽസ്, പ്രതീകങ്ങൾ നാം ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുന്നു. ലോജിക്കിലും സിംബൽസിനെ കാര്യക്ഷമമായി പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ചിഹ്നങ്ങൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ പ്രതീകങ്ങൾ ഉപയോഗിച്ച് ആർഗ്യുമെന്റ്സിനെ പ്രതിനിധീകരിക്കുന്ന ലോജിക്കിലെ ഒരു ശാഖയാണ് സിംബോളിക് ലോജിക്. നാം 2ാമത്തെ അധ്യായം പഠിച്ചപ്പോൾ പ്രോപ്പോസിഷൻസിനെ ചില ചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ട് റെപ്രസെന്റ് ചെയ്തു. യൂണിവേഴ്സൽ അഫർമേറ്റീവ് പ്രോപ്പോസിഷൻ, ഉദാഹരണത്തിന് all men are mortal. നാം അതിന്റെ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും പ്രതീകങ്ങൾ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. SAP യൂണിവേഴ്സൽ അഫർമേറ്റീവ് പ്രോപ്പോസിഷൻ ആണെന്ന് ആ ചിഹ്നങ്ങളിലൂടെ നമുക്ക് മനസ്സിലാവും. എന്നാൽ ആധുനിക സിംബോളിക് ലോജിക്കിൽ അല്പം കൂടെ കൃത്യതയാർന്ന രീതിയിൽ ഈ ചിഹ്നങ്ങളെ പ്രയോജനപ്പെടുത്തുന്നു. 2 തരം ചിഹ്നങ്ങളാണ് സിംബോളിക് ലോജിക്കിൽ ഉള്ളത്. ഒന്ന് കോൺസ്റ്റന്റ്സ്, 2 വേരിയബിൾസ്. നിങ്ങൾ ഗണിതം പഠിച്ചപ്പോൾ 10ാം ക്ലാസ് വരെ നിങ്ങൾ പഠിച്ച ഗണിതശാസ്ത്രത്തിൽ ഇത്തരത്തിൽ സിംബൽസ്, കോൺസ്റ്റന്റ്സ്, വേരിയബിൾസ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ചരങ്ങളും അചരങ്ങളും എന്ന് പറഞ്ഞു. അഡിഷൻസ്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ മുതലായവയ്ക്ക് ഗണിതത്തിൽ നിശ്ചിത ചിഹ്നങ്ങൾ നാം ഉപയോഗിക്കുന്നുണ്ട്. അവ കോൺസ്റ്റന്റ്സ് ആണല്ലോ. ABCD എന്നീ ചിഹ്നങ്ങൾ വേരിയബിൾസ് ആയിട്ടും ഉപയോഗിച്ചത് നമുക്കറിയാം, നമുക്ക് ഓർമ്മയുണ്ട്. ലോജിക്കിൽ നമുക്ക് ഇത്തരത്തിൽ കോൺസ്റ്റന്റ്സും വേരിയബിൾസും ഉണ്ട്. ലോജിക്കിലെ കോൺസ്റ്റന്റ്സിനെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്നാണ് പറയുന്നത്. ഗണിതത്തിൽ ഗുണനചിഹ്നം, അധികം മുതലായ ചിഹ്നങ്ങൾ കോൺസ്റ്റന്റ്സ് ആണെങ്കിൽ ലോജിക്കിൽ ഇത്തരത്തിൽ ഉള്ള ചിഹ്നങ്ങളെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്നാണ് പറയുന്നത്. അത്തരത്തിൽ 5 ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അവ ഡോട്ട്, വെഡ്ജ്, ഹോൾ ഷൂ, ട്രിപ്പിൾ ബാർ, കേൾ. 5 ഓപ്പറേറ്റേഴ്സ് ആണിവ. 178ാമത്തെ പേജിൽ അവസാനം ഇത് പറയുന്നുണ്ട്. ഇവ കോൺസ്റ്റന്റ്സ് ആണ്. ഇവ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്നും അറിയപ്പെടുന്നു. വേരിയബിൾസിന് പകരം വേരിയബിൾസ് ആയിട്ട് നാം ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ അക്ഷരങ്ങൾ തന്നെയാണ്. ABCDPQR എന്നിവയെല്ലാം നാം വേരിയബിൾസ് ആയി ഉപയോഗിക്കുന്നു. ഇവിടെ വേരിയബിൾസിനെ ABCDPQR എന്നീ
അക്ഷരങ്ങളെ പ്രോപ്പോസിഷൻസിന് പകരമാണ് നാം ഉപയോഗിക്കാറ്. പ്രോപ്പോസിഷൻസിന് പകരം നാം വേരിയബിൾസ് ഉപയോഗിക്കുന്നു. അരിസ്റ്റോട്ടലിയൻ ലോജിക്കിൽ ഒരു ടേംസിന് പകരമാണ് അവിടെ വേരിയബിൾസ് നാം ഉപയോഗിച്ചത്. ഉദാഹരണം SAP, അവിടെ എസ് എന്നുള്ളത് ഒരു ടേമിനെ റെപ്രസെന്റ് ചെയ്തു, പി എന്നുള്ളത് മറ്റൊരു ടേമിനെ റെപ്രസെന്റ് ചെയ്തു. അല്ലെങ്കിൽ എസ് ഈസ് പി, സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ് രണ്ട് ടേമുകളെയാണ് അവ റെപ്രസെന്റ് ചെയ്തത്. അക്ഷരങ്ങൾ അവിടെ ടേംസിനെ റെപ്രസെന്റ് ചെയ്തു. എന്നാൽ സിംബോളിക് ലോജിക്കിൽ ടേംസിന് പകരം പ്രോപ്പോസിഷൻസിനെയാണ് ഈ വേരിയബിൾസ് റെപ്രസെന്റ് ചെയ്യുക. നമുക്ക് ഉദാഹരണ സഹിതം നമുക്ക് പഠിക്കാം. പ്രോപ്പോസിഷൻസിനെ ആണല്ലോ ഈ സിംബൽസ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞു. അതായത് ABC എന്നീ സിംബൽസ്, ഈ അക്ഷരങ്ങൾ പ്രോപ്പോസിഷൻസിനെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറഞ്ഞു. വ്യത്യസ്ത തരം പ്രോപ്പോസിഷൻസ് ഉള്ളതായി നാം മുൻ അധ്യായങ്ങളിൽ പഠിച്ചു. സിംബോളിക് ലോജിക്ക് പഠിക്കുമ്പോൾ നാം പഠിക്കുന്നത് 5 തരം പ്രോപ്പോസിഷൻസ് ഉണ്ട് എന്നാണ്. അപ്പൊ ഇപ്രകാരം: നെഗറ്റീവ് പ്രോപ്പോസിഷൻ, നെഗേഷൻ; കൺജങ്ക്റ്റീവ് പ്രോപ്പോസിഷൻ അഥവാ കൺജങ്ഷൻ; ഡിസ്ജങ്ക്റ്റീവ് പ്രോപ്പോസിഷൻ അഥവാ ഡിസ്ജങ്ഷൻ; ഇംപ്ലിക്കേറ്റീവ് പ്രോപ്പോസിഷൻ അഥവാ ഇംപ്ലിക്കേഷൻ; മറ്റൊരു പ്രോപ്പോസിഷൻ മെറ്റീരിയൽ ഇക്വിവാലൻസ് എന്നുള്ളത്. ഇത്തരത്തിൽ 5 പ്രോപ്പോസിഷൻസിനെ സിംബോളിക് ലോജിക്കിൽ അവതരിപ്പിക്കും. ഇപ്പോൾ 5 പ്രോപ്പോസിഷൻസിനും 5 തരം സിംബൽസ് ആണ് ഓപ്പറേറ്റേഴ്സ് ആയിട്ട് വരിക, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ഈ ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിന്റെ അഥവാ കോൺസ്റ്റന്റ്സിന് 5 ധർമ്മങ്ങൾ, ഓരോന്നിനും ഓരോ ധർമ്മമാണുള്ളത്. നെഗേഷൻ എന്ന പ്രോപ്പോസിഷന് ഉപയോഗിക്കുന്ന സിംബൽ കോൺസ്റ്റന്റ് അഥവാ കണക്റ്റീവ് എന്നൊക്കെ പറയാം. ലോജിക്കൽ ഓപ്പറേറ്റർ, കണക്റ്റീവ്സ് എന്നൊക്കെ എല്ലാം പറയാവുന്ന സിംബൽസ് കേൾ എന്നാ പറയുക. പേജ് നമ്പർ 183 ഇതിനെ സംബന്ധിക്കുന്ന വ്യക്തമായ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ കേൾ എന്ന ചിഹ്നം ഉപയോഗിച്ചാണ് നെഗറ്റീവ് പ്രോപ്പോസിഷനെ ബന്ധിപ്പിക്കുന്നത്, കണക്ട് ചെയ്യുന്നത്. നെഗറ്റീവ് പ്രോപ്പോസിഷൻസ് നമുക്ക് എപ്രകാരം മനസ്സിലാക്കാൻ പറ്റും? നോട്ട് എന്ന സിംബൽ, നോട്ട് എന്ന വാക്കുപയോഗിച്ച് രൂപപ്പെടുത്തിയിട്ടുള്ള പ്രോപ്പോസിഷൻസ് നെഗറ്റീവ് പ്രോപ്പോസിഷൻസ് ആണ്. നെഗേഷൻ. കൺജങ്ക്റ്റീവ് പ്രോപ്പോസിഷൻ, അതിന് ഉപയോഗിക്കുന്ന ലോജിക്കൽ കോൺസ്റ്റന്റ് ഡോട്ട് എന്നാ പറയുക. ആൻഡ് എന്ന വാക്കുപയോഗിച്ചാണ് കൺജങ്ഷൻ രൂപപ്പെടുത്തുന്നത്, അഥവാ കൺജങ്ക്റ്റീവ് പ്രോപ്പോസിഷൻസ്. റോസ് ഈസ് എ ഫ്ലവർ ആൻഡ് ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. ഇപ്പൊ 2 പ്രോപ്പോസിഷനാ. റോസ് ഈസ് എ ഫ്ലവർ, റോസ് ഈസ് ബ്യൂട്ടിഫുൾ. ഈ 2 പ്രോപ്പോസിഷനെയും ആൻഡ് എന്ന പദം ഉപയോഗിച്ച് നാം കണക്ട് ചെയ്തു. ആൻഡ് എന്നത് ഇവിടെ ഒരു ലോജിക്കൽ ഓപ്പറേറ്റർ, അതിന് കൊടുക്കുന്ന സിമ്പിൾ ഡോട്ട് ആണെന്ന് പറഞ്ഞു.
അപ്പോൾ രണ്ട് പ്രോപ്പോസിഷനുകൾ. റോസ് ഈസ് ബ്യൂട്ടിഫുൾ എന്നൊരു പ്രോപ്പോസിഷൻ, റോസ് ഈസ് എ ഫ്ലവർ എന്നുള്ളത് മറ്റൊരു പ്രോപ്പോസിഷൻ. അപ്പൊ ഇതിനെ കണക്ട് ചെയ്യാനായി നാം ഡോട്ട് എന്ന സിമ്പൽ ഉപയോഗിക്കുന്നു. ഈ ഓരോ പ്രോപ്പോസിഷനും നമ്മൾ എ, ബി അഥവാ പി, ക്യു എന്നീ ചിഹ്നം എന്നീ അക്ഷരങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നു. അപ്പോൾ ഈ പറഞ്ഞ പ്രോപ്പോസിഷനെ നമുക്ക് പി ഡോട്ട് ക്യു എന്ന് ചുരുക്കി എഴുതാം. ഇപ്പൊ ലോജിക്കലി ഇത്തരം വലിയ പ്രോപ്പോസിഷൻസിനെ നമുക്ക് ചുരുക്കി എഴുതാനായിട്ട് സിമ്പിൾസ് പ്രയോജനപ്പെടുത്തുന്നു. അപ്പൊ കൺജങ്ഷൻ പി ഡോട്ട് ക്യൂ നമുക്ക് പറയാം. ഒരു ഉദാഹരണമാണ്. മറ്റൊരു പ്രോപ്പോസിഷനാണ് ഡിസ്ജങ്റ്റീവ് പ്രോപ്പോസിഷൻ. ഡിസ്ജങ്റ്റീവ് പ്രോപ്പോസിഷൻ നാം ഉപയോഗിക്കുന്ന സിമ്പിൾ വി അഥവാ വെഡ്ജ് എന്നെല്ലാം പറയാം. ഇംഗ്ലീഷിൽ ഐദർ ഓർ എന്നീ വാക്കുകൾ ഉപയോഗിച്ച് സംയോജിപ്പിച്ചിട്ടുള്ള പ്രോപ്പോസിഷൻസിനെയെല്ലാം ഡിസ്ജങ്ഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ഡിസ്ജങ്റ്റീവ് പ്രോപ്പോസിഷൻ എന്ന് പറയും. ഇപ്പൊ പി വെഡ്ജ് ക്യൂ അത്തരത്തിലുള്ള എല്ലാ പ്രോപ്പോസിഷനെയും നമുക്ക് സിംബോളിക് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. പി വെഡ്ജ് ക്യൂ അല്ലെ പി വി ക്യൂ. The signal light is either red or green. രണ്ട് പ്രോപ്പോസിഷൻ ഉണ്ടാവും അതിനകത്ത്. രണ്ട് പ്രോപ്പോസിഷനെയും നമുക്ക് സിമ്പിൾസ് ഉപയോഗിച്ച് ഇത്തരത്തിൽ ചുരുക്കി എഴുതാം, പി വെഡ്ജ് ക്യൂ. മറ്റൊരു തരം പ്രോപ്പോസിഷനാണ് ഇംപ്ലിക്കേഷൻ. ഹോൾ ഷൂ എന്ന ചിഹ്നം ആണ് ഇംപ്ലിക്കേറ്റീവ് പ്രോപ്പോസിഷൻസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലോജിക്കൽ കോൺസ്റ്റന്റ്. ഇഫ്, ദെൻ എന്നീ വാക്കുകൾ ഉപയോഗിച്ച് സംയോജിപ്പിച്ചിട്ടുള്ള ഇംഗ്ലീഷിലെ പ്രോപ്പോസിഷൻസിനെ ഇംപ്ലിക്കേഷൻ എന്ന് പറയാം. ഇഫ് ഇറ്റ് റെയിൻസ് ദ ഗ്രൗണ്ട് വിൽ ബി വെറ്റ്. ഇതൊരു പ്രോപ്പോസിഷൻ, ഇംപ്ലിക്കേറ്റീവ് പ്രോപ്പോസിഷൻ. സിംബോളിക് ലോജിക്കിൽ നമുക്ക് ഈ പ്രോപ്പോസിഷനെ പി ഹോൾ ഷൂ ക്യൂ എന്ന് ചുരുക്കി എഴുതാം. മറ്റൊരു തരം പ്രോപ്പോസിഷനാണ് മെറ്റീരിയൽ ഇക്വിവലൻസ്. ട്രിപ്പിൾ ബാർ എന്ന ചിഹ്നമാണ് പ്രോപ്പോസിഷൻസിനെ കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്ന ഇംഗ്ലീഷിലെ പദങ്ങൾ ഉപയോഗിച്ച് സംയോജിപ്പിക്കപ്പെട്ടിട്ടുള്ള പ്രോപ്പോസിഷൻസിനെയാണ് മെറ്റീരിയൽ ഇക്വലൻസ് എന്ന് പറയാം. You will pass the examination if and only if you work hard. ഇതൊരു ഉദാഹരണം. ഇത്തരത്തിലുള്ള പ്രോപ്പോസിഷൻസിനെയാണ് മെറ്റീരിയൽ ഇക്വലൻസ് എന്ന് പറയുക. ഇതിനെ ചുരുക്കി നമുക്ക് പി ട്രിപ്പിൾ ബാർ ക്യൂ എന്ന് പറയാം. അപ്പൊ ഇത്തരത്തിൽ 5 തരം പ്രോപ്പോസിഷൻസ് ആണ് സിംബോളിക് ലോജിക്കിലുള്ളത്. 5 തരം സിമ്പിൾസും ഉണ്ട്. ഇനി പ്രോപ്പോസിഷൻസിന്റെ സത്യം അസത്യം എന്നിവ കണ്ടെത്താൻ, ഒരു പ്രോപ്പോസിഷൻ ട്രൂ ആണോ അതോ ഫോൾസ് ആണോ എന്ന് കണ്ടെത്താൻ ലോജിക്കിൽ ഒരു സങ്കേതമുണ്ട്. ആ സങ്കേതത്തെ പറയുന്ന പേരാണ് ട്രൂത്ത് ടേബിൾ. ട്രൂത്ത് ടേബിൾ ഉപയോഗിച്ച്
പ്രോപ്പൊസിഷൻസിന്റെ അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സിന്റെ സത്യവും അസത്യവും നമുക്ക് കണ്ടെത്താൻ കഴിയും. 5 തരം പ്രോപ്പൊസിഷൻസിന് 5 തരം ട്രൂത്ത് ടേബിൾസ് ആണുള്ളത്. അപ്പോൾ ഈ ട്രൂത്ത് ടേബിള് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് നാം പഠിക്കുന്നു. എന്താണ് ഒരു ട്രൂത്ത് ടേബിൾ? A truth table is the logical device to demonstrate all possible truth values of compound statements. ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റിന് സാധ്യമായിട്ടുള്ള എല്ലാ ട്രൂത്ത് വാല്യൂസിനെയും ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ, ചിത്രീകരിക്കാനുള്ള ലോജിക്കിലെ ഒരു സങ്കേതമാണ് ട്രൂത്ത് ടേബിൾ. കോമ്പൗണ്ട് പ്രോപ്പോസിഷൻസ് നാം ഇപ്പൊ കണ്ടല്ലോ. കൺജങ്ഷൻ, ഡിസ്ജങ്ഷൻ, ഇംപ്ലിക്കേഷൻ, മെറ്റീരിയൽ ഇക്വലൻസ് എന്നൊക്കെയെല്ലാം നാം കണ്ടതെല്ലാം കോമ്പൗണ്ട് പ്രോപ്പോസിഷൻസാണ്. കാരണം എന്താ? അവയ്ക്ക് വ്യത്യസ്ത ഘടകങ്ങളുണ്ട്. ഒന്നിൽ കൂടുതൽ പ്രോപ്പോസിഷൻസിനെ സംയോജിപ്പിച്ചിട്ടാണ് അവിടെ പ്രോപ്പോസിഷൻസ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അതിന് കോമ്പൗണ്ട് പ്രോപ്പോസിഷൻസ് എന്നുള്ളത്. അപ്പൊ ഇത്തരത്തിൽ കോമ്പൗണ്ട് പ്രോപ്പോസിഷൻ സത്യമാണോ അസത്യമാണോ എന്ന് കണ്ടെത്താനുള്ള ഒരു സങ്കേതമാണ് ട്രൂത്ത് ടേബിളുകൾ. ഒരു പ്രോപ്പോസിഷന് സാധ്യതകൾ, ട്രൂത്ത് വാല്യൂസിന്റെ സാധ്യതകൾ എത്ര എണ്ണമുണ്ട്? ഒന്നുകിൽ ഒരു പ്രോപ്പോസിഷൻ ട്രൂ ആയിരിക്കും, അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. അപ്പൊ ഇതാണ് അതിന്റെ സാധ്യത. ഒരു പ്രോപ്പോസിഷന്റെ സാധ്യത 2 എണ്ണം, ഐദർ ട്രൂ ഓർ ഫോൾസ്. അപ്പൊ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്ന 2 സാധ്യതകൾ ഒരു പ്രോപ്പോസിഷനുണ്ട്. ഒരു കോമ്പൗണ്ട് പ്രോപ്പോസിഷനിൽ 2 ഘടക പ്രോപ്പോസിഷൻസ് ഉണ്ടെങ്കിൽ അതിനെത്ര സാധ്യതകൾ ഉണ്ടാവും? 2n, അഥവാ 2 അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ എത്ര എണ്ണം? 2 പ്രോപ്പോസിഷൻ, അതായത് 2 ഘടകങ്ങളാണെങ്കിൽ 2 × 2n എന്ന ഇക്വേഷൻ ഉപയോഗിച്ചാണ് ഒരു കോമ്പൗണ്ട് പ്രോപ്പോസിഷന്റെ സാധ്യതകളെ നാം തിരിച്ചറിയുന്നത്. ഒരു കോമ്പൗണ്ട് പ്രോപ്പോസിഷന് 3 ഘടകങ്ങൾ ഉണ്ടെങ്കിലോ 2 × 3 എന്നായിരിക്കും അതിന്റെ സാധ്യതകൾ. അപ്പൊ ഇത്തരത്തിൽ കോമ്പൗണ്ട് പ്രോപ്പോസിഷന്റെ ട്രൂത്ത് വാല്യൂ, അതിന്റെ സാധ്യതകൾ നാം കണ്ടെത്തുന്ന ഇക്വേഷനാണ് 2n. പേജ് നമ്പർ 182 ഒരു ട്രൂത്ത് ടേബിളിന്റെ മാതൃക കൊടുത്തിട്ടുണ്ട്. അവിടെ 3ാമത്തെ കോളം P ആൻഡ് Q എന്ന് പറയും. അപ്പൊ കൺജങ്ഷൻ ആണ് എന്ന് മനസ്സിലായി. ആൻഡ് എന്നുള്ളത് നമ്മൾ നേരത്തെ ചാർട്ടിൽ കണ്ട പ്രകാരം കൺജങ്റ്റീവ് ട്രൂത്ത് ഫംഗ്ഷൻ ആണത്. P ആൻഡ് Q. ഈ P ആൻഡ് Q എന്നുള്ളത് ഏത് തരം കൺജങ്റ്റീവ് പ്രോപ്പോസിഷനും പകരം നമുക്ക് പ്രയോജനപ്പെടുത്താം. Rome is the capital of Italy and Paris is the capital of France. ഇത് ഒരു കൺജങ്റ്റീവ് പ്രോപ്പോസിഷനാണ്. അപ്പൊ ഇതിന് പകരം നമുക്ക് P ആൻഡ് Q എന്ന് പറഞ്ഞാൽ മതി. Trivandrum is the capital of Kerala. Chennai is the capital of Tamil Nadu. അങ്ങനെ ഒരു പ്രോപ്പോസിഷനും നമുക്ക് P ആൻഡ് Q എന്ന് ഉപയോഗിച്ച് ചുരുക്കി എഴുതാം. അപ്പൊ ഇവിടെ 2 സാധ്യതകൾ. അപ്പൊ ഇത്തരം പ്രോപ്പോസിഷൻ, ഈ കോമ്പൗണ്ട് പ്രോപ്പോസിഷൻ 2 ഘടക പ്രോപ്പോസിഷൻസ് ഉണ്ട്. അപ്പൊ 2 പ്രോപ്പോസിഷൻ ഉണ്ട്. അപ്പോൾ 2 പ്രോപ്പോസിഷൻ ഉണ്ടെങ്കിൽ എത്ര സാധ്യത വരും? 4 സാധ്യത, 2n എന്ന ഇക്വേഷൻ ഉപയോഗിച്ച്. അപ്പൊ കോളം 1ഉം 2ഉം ആ സാധ്യതകളെയാണ് പറയുന്നത്. അപ്പോ P ട്രൂ ആകാം, Q ട്രൂ ആകാം, അതൊരു സാധ്യത. P ട്രൂ ആകാം, Q ഫോൾസ് ആകാം, അത് മറ്റൊരു സാധ്യത.
പി ഫോൾസ് ആകാം, ക്യൂ ട്രൂ ആകാം. അത് വേറൊരു സാധ്യത. അവസാനമായി പിയും ക്യൂവും ഫോൾസ് ആകുന്ന മറ്റൊരു സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ 4 സാധ്യതകളിൽ ഈ കൺജങ്ക്റ്റീവ് പ്രോപ്പോസിഷൻ ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് നമുക്ക് ഈ ട്രൂത്ത് ടേബിൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. ശ്രദ്ധിക്കൂ, ആ 182 പേജിൽ കൊടുത്തിരിക്കുന്ന ആ ടേബിൾ പ്രകാരം പി ആൻഡ് ക്യൂ അഥവാ കൺജങ്ക്റ്റീവ് ട്രൂത്ത് ഫംഗ്ഷൻ അല്ലെങ്കിൽ കൺജങ്ക്റ്റീവ് പ്രോപ്പോസിഷൻ ട്രൂ ആകുന്ന ഒരേ ഒരു സാധ്യതയാണുള്ളത്. 2 ഘടകങ്ങളും ട്രൂ ആണെങ്കിൽ മാത്രം കൺജങ്ക്റ്റീവ് പ്രോപ്പോസിഷൻ ട്രൂ ആകുന്നുള്ളൂ. നിങ്ങൾക്ക് ആ ടേബിളിൽ നിന്നും വ്യക്തം. ബാക്കി എല്ലാ സാഹചര്യത്തിലും ഒരു കൺജങ്ക്റ്റീവ് ട്രൂത്ത് ഫംഗ്ഷൻ ഫോൾസ് ആയിരിക്കും എന്ന് ടേബിളിൽ പ്രകാരം മനസ്സിലാക്കാം. പേജ് നമ്പർ 184 ഇതിന്റെ യഥാർത്ഥ സിംബോളിക് ഫോമിൽ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. പി എന്ന ഒരു കോളം, ക്യൂ എന്ന മറ്റൊരു കോളം, പി ഡോട്ട് ക്യൂ എന്ന പ്രോപ്പോസിഷന്റെ കോളം. പി എന്ന ഇൻഡിവിജ്വൽ കോളവും ക്യൂ എന്ന ഇൻഡിവിജ്വൽ കോളവും അതിന്റെ സാധ്യതകളെയും, മൂന്നാമത്തെ കോളം അതിന്റെ വാല്യൂ, ട്രൂത്ത് വാല്യൂ പറയുന്ന കോളമാണ്. അപ്പൊ ഇത് കൺജങ്ക്റ്റീവ് ഫംഗ്ഷന്റെ, കൺജങ്ക്റ്റീവ് പ്രോപ്പോസിഷന്റെ ട്രൂത്ത് ഫംഗ്ഷനാണിത്. ഡിസ്ജങ്ക്റ്റീവ് പ്രോപ്പോസിഷന്റെ അല്ലെങ്കിൽ ഡിസ്ജങ്ക്റ്റീവ് ട്രൂത്ത് ഫംഗ്ഷൻ നമുക്ക് പേജ് നമ്പർ 187 നൽകിയിട്ടുണ്ട്. അവിടെ പി എന്ന കോളം, ക്യൂ എന്ന കോളം, പി വെഡ്ജ് ക്യൂ എന്ന മറ്റൊരു കോളം. അത് പരിശോധിക്കുമ്പോൾ ഒരേ ഒരു സാധ്യത വരുമ്പോഴാണ് ഡിസ്ജങ്ക്റ്റീവ് പ്രോപ്പോസിഷൻ ഫോൾസ് ആകുന്നത്. എപ്പോഴാണ്? പി ക്യൂ എന്നിവ ഫോൾസ് ആയാൽ മാത്രമാണ് പി വെഡ്ജ് ക്യൂ ഫോൾസ് ആകുന്നത്. മറ്റെല്ലാ സാഹചര്യത്തിലും ഡിസ്ജങ്ക്റ്റീവ് ട്രൂത്ത് ഫംഗ്ഷൻ ട്രൂ ആയിരിക്കും. അപ്പോൾ ഈ ട്രൂത്ത് ടേബിൾ പ്രകാരം പി വെഡ്ജ് ക്യൂ ട്രൂ ആകണമെങ്കിൽ ഏതെങ്കിലും ഒരു ഘടകം ട്രൂ ആയാൽ മതി. 2 ഘടകങ്ങളും ഫോൾസ് ആണെങ്കിൽ മാത്രമേ പി വെഡ്ജ് ക്യൂ ഫോൾസ് ആകുന്നുള്ളൂ. പേജ് നമ്പർ 189 ഇംപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഇംപ്ലിക്കേറ്റീവ് ട്രൂത്ത് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇംപ്ലിക്കേറ്റീവ് പ്രോപ്പോസിഷന്റെ ട്രൂത്ത് ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പരിശോധിക്കൂ. പി എന്ന കോളം, ക്യൂ എന്ന കോളം, പി ഹോൾ ഷൂ ക്യൂ, അതാണ് ഇംപ്ലിക്കേഷന്റെ ചുരുക്കപ്പേര്. അല്ലെങ്കിൽ ഇംപ്ലിക്കേറ്റീവ് പ്രോപ്പോസിഷനെ ചുരുക്കി എഴുതുന്നത് പി ഹോൾ ഷൂ ക്യൂ എന്നാണ്. അതിന്റെ ട്രൂത്ത് വാല്യൂ പരിശോധിക്കൂ. എപ്പോഴാണ് പി ഹോൾ ഷൂ ക്യൂ ട്രൂ ആകുന്നത്, ഫോൾസ് ആകുന്നത്? നമുക്കത് വ്യക്തമാണ്. പി ട്രൂ ആവുകയും ക്യൂ ഫോൾസ് ആവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മാത്രമാണ് പി ഹോൾ ഷൂ ക്യൂ ഫോൾസ് ആകുന്നത്. അതായത് പി ട്രൂ, ക്യൂ ഫോൾസ് എങ്കിൽ മാത്രമേ പി ഹോൾ ഷൂ ക്യൂ ഫോൾസ് ആകുന്നുള്ളൂ. മറ്റെല്ലാ സാഹചര്യത്തിലും പി ഹോൾ ഷൂ ക്യൂ ട്രൂ ആണ് എന്ന് മനസ്സിലാക്കാം. 191 പേജിൽ നെഗേഷനെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. നെഗറ്റീവ് ട്രൂത്ത് ഫംഗ്ഷൻ അഥവാ നെഗറ്റീവ് പ്രോപ്പോസിഷന്റെ ട്രൂത്ത് ടേബിള് അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു നെഗറ്റീവ് പ്രോപ്പോസിഷന് ഒരു ഘടകം ആണ് ഉള്ളത്. നെഗറ്റീവ് പ്രോപ്പോസിഷൻ ഡൽഹി ഈസ് നോട്ട് ദ ക്യാപിറ്റൽ ഓഫ് ചൈന ഒരു നെഗറ്റീവ് ട്രൂത്ത് ടേബിൾ, ട്രൂത്ത് ഫംഗ്ഷൻ ആണ് നെഗറ്റീവ് പ്രോപ്പോസിഷൻ. അപ്പൊ ഇതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്ന? കേൾ പി, നോട്ട് പി. അപ്പൊ ഇത് ഇത്തരത്തിലൊരു പ്രോപ്പോസിഷന്റെ ഒരു ഘടകം മാത്രമാണുള്ളത്. അപ്പൊ എത്ര സാധ്യതകളാണുള്ളത്? 2 സാധ്യതകൾ, ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. അപ്പോ ഡൽഹി ഈസ് നോട്ട് ദ ക്യാപിറ്റൽ ഓഫ് ചൈന എന്ന്
പറയുന്ന ഈ പ്രോപ്പോസിഷന് ഫോൾസ് ആണെങ്കിൽ അതിന്റെ നേർവിപരീതം ട്രൂ ആയിരിക്കും. തന്നിരിക്കുന്ന പ്രോപ്പോസിഷൻ ട്രൂ ആണെങ്കിൽ അതിന്റെ നേർവിപരീതം ഫോൾസ് ആയിരിക്കും. പി ട്രൂ ആണെങ്കിൽ ക്യൂ ഫോൾസ്, ക്യൂ ഫോൾസ് ആണെങ്കിൽ പി ട്രൂ, പി ഫോൾസ് ആണെങ്കിൽ കേൾ പി ട്രൂ ആയിരിക്കും. അപ്പോൾ ഈ ട്രൂത്ത് ടേബിൾ ഒന്ന് കൂടെ മനസ്സിലാക്കൂ. തന്നിരിക്കുന്ന പ്രോപ്പോസിഷൻ കേൾ പി ആണെങ്കിൽ അതിന്റെ മറ്റൊരു സാധ്യത പി ആണ്. ഇപ്പൊ പി ട്രൂ ആണെങ്കിൽ കേൾ പി ഫോൾസും പി ഫോൾസ് ആണെങ്കിൽ കേൾ പി ട്രൂവും ആയിരിക്കും. അതാണ് നെഗറ്റീവ് ട്രൂത്ത് ഫംഗ്ഷൻ. മെറ്റീരിയൽ ഇക്വലൻസ് പേജ് നമ്പർ 192 അവിടെയും ട്രൂത്ത് വാല്യൂ ഒന്ന് നോക്കൂ. എപ്പോഴാണ് അത് ട്രൂ ആകുന്നത്, ഫോൾസ് ആകുന്നത്? രണ്ട് ഘടകങ്ങളും ട്രൂ ആവുകയോ ഫോൾസ് ആവുകയോ ചെയ്താൽ മാത്രമേ മെറ്റീരിയൽ ഇക്വലൻസ് ട്രൂ ആകുന്നുള്ളൂ. ഒന്ന് ട്രൂവും മറ്റൊന്ന് ഫോൾസും ആയാൽ പി ട്രിപ്പിൾ ബാർ ക്യൂ ഫോൾസ് ആണ്. രണ്ടും ട്രൂ ആവുകയോ രണ്ടും ഫോൾസ് ആവുകയോ ചെയ്താൽ പി ട്രിപ്പിൾ ബാർ ക്യൂ ട്രൂ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നാം ഈ പാഠത്തിൽ എന്താണ് സിംബോളിക് ലോജിക് എന്നും സിംബൽസിന്റെ രണ്ട് പ്രധാനപ്പെട്ട സിംബൽസ് കോൺസ്റ്റന്റ്സും വേരിയബിൾസുമാണെന്നും 5 തരം ട്രൂത്ത് ഫംഗ്ഷനുകളും ഉണ്ടെന്നും, അഥവാ 5 ട്രൂത്ത് അവയെ പ്രതിനിധീകരിക്കുന്ന അവയുടെ ട്രൂത്ത് വാല്യൂ പരിശോധിക്കുന്ന 5 ട്രൂത്ത് ടേബിളുകളുണ്ടെന്നും നാം മനസ്സിലാക്കി. ഇനി തരുന്ന നോട്ടിന്റെയും ടെക്സ്റ്റ് ബുക്കിന്റെയും സഹായത്തോടുകൂടെ നിങ്ങളിത് പഠിക്കുക. ഇവയുമായി ബന്ധപ്പെട്ട കൂടുതൽ ആക്ടിവിറ്റികൾ യഥാർത്ഥ ക്ലാസ് വരുമ്പോൾ നമുക്ക് പഠിച്ച് കൂടുതൽ ഭംഗിയായി മനസ്സിലാക്കാം.